സമസ്തയെ നമ്മൾ വിട്ടുപോകരുത്. അത് നമ്മളുടെ പതനത്തിന് കാരണമായിരിക്കും. കാരണം 100% ശരിയാണ്. നേരെ മറിച്ച് നമ്മളുടെ രാഷ്ട്രീയം അത് എത്ര ശതമാനം ശരിയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഏതൊരു പാർട്ടി ഇവിടെ ഭരിച്ചാലും ഇവിടെ എല്ലാ അനാചാരങ്ങളും ഇസ്ലാമിന്റെ വീക്ഷണത്തിലുള്ള അനാചാരങ്ങൾ അതിവിടെ പ്രാവർത്തികമാക്കിയേ മതിയാവും. കള്ളുഷാപ്പുകൾ ഉണ്ടാകണം, ബാങ്കുകൾ ഉണ്ടാകണം, പലിശ ഉണ്ടാവണം, എല്ലാ തരത്തിലുള്ള വൃത്തികേടും അഴിമതികളും ഉണ്ടാകണം. അതാര് ഭരിച്ചാലും ഇവിടെ ഉണ്ടാകും. എന്നാലേ അതിനൊരു രാഷ്ട്രീയ മാനം ഇന്നുള്ളൂ എന്നതൊരു വസ്തുതയാണ്. അതിനു വേണ്ടി മരിക്കാൻ നമ്മൾ നിൽക്കരുത്. അതിനെ ഒന്നാമതായി നമ്മൾ സ്നേഹിക്കരുത്. അത് നമ്മളെ പതനത്തിലേക്ക് കൊണ്ടുപോകും. അത് നമ്മളെ നരകത്തിലേക്കാണ് ചിലപ്പം കൊണ്ടുപോവുക. കാരണം അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിലുള്ള ചിലർ തന്നെ ബാങ്ക് പ്രസിഡന്റുമാരാകുന്നു, ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതേപോലെ ആ തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. എനിക്കറിയാം, നമ്മുടെ എതിര് ചേരിയിലുള്ള ചില പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ പോലും ആ തരത്തിൽ ബാങ്ക് പ്രസിഡന്റുമാരും ഒക്കെ ആയിരുന്നു. ആ ഒരു അവസ്ഥ അവരുടെ എന്തെങ്കിലും സംഗതി കൊണ്ടല്ല, പക്ഷേ അവർക്ക് എന്തെങ്കിലും ചിലപ്പം ചിലർക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ രാഷ്ട്രീയം അവരെ നിർബന്ധിതരാക്കുകയാണ്. ആ തരത്തിലുള്ള രാഷ്ട്രീയവും പിന്നെ 100% പുണ്യമാർന്നതായ അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന ആ മാർഗമായ സുന്നത്ത് ജമാഅത്തും സമസ്തയും എങ്ങനെയാണ് അതൊന്നാവുക? സമസ്തയ്ക്ക് വേണ്ടി വന്നാൽ രാഷ്ട്രീയം ഒഴിവാക്കുകയല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഒഴിവാക്കാൻ പറ്റുമോ? നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് തീരെ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് വളരെ മോശമായ കാലഘട്ടമാണ്. ആരുടെ വാക്കിൽ നിന്നും എന്തെങ്കിലും പണ്ഡിതന്മാർ വളരെ ആലോചിക്കുന്ന സമിതിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ പുറത്തു കൊണ്ടുവന്ന് പല സ്റ്റേജിലും, രാഷ്ട്രീയ സ്റ്റേജുകളിലും, രാഷ്ട്രീയ ഫോണുകളിലും എന്താണ് അതിന് പറയാ, അതിലൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഈമാനിൽ നിന്ന് അടന്നു പോകുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നാം രാത്രി മലർന്നു കിടന്ന് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും വലുത് സമസ്തയാണ് നമ്മളെ മക്കളെ മുസ്ലിങ്ങളാക്കിയത്. സമസ്തയാണ് കഴിഞ്ഞുപോയ തലമുറയെ മുഅ്മിനീങ്ങളാക്കിയത്. ബഹുമാനപ്പെട്ട സമസ്തയാണ് നമ്മളെ പിതാക്കന്മാരെയും പ്രപിതാക്കന്മാരെയും ഉമ്മമാരെയും ഉമ്മാമ്മമാരെയും അങ്ങനെ നമ്മുടെ മുഴുവൻ കുടുംബത്തിനെയും യഥാർത്ഥ മുഅ്മിനാക്കികളാക്കി തീർത്തത് സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരുമാണ്. അതൊക്കെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി. ഇപ്പോഴതാണ് ഭൗതികമായ താല്പര്യമാണ് 90%. ഞാൻ പറയുന്നത് ഏതെങ്കിലും പാർട്ടി നമ്മുടെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ പാർട്ടിക്ക് ഒരു പരിമിതി കൽപ്പിക്കണം. ദീനിനേക്കാളും സമസ്തയെക്കാളും ഉലമായിനേക്കാളും ഉള്ളതായ സ്ഥാനമാനങ്ങൾ മറ്റ് പാർട്ടികൾക്കോ അതിന്റെ ആൾക്കാർക്കോ നമ്മൾ നൽകുന്നത് പാടില്ലാത്തതാണ്. ഞങ്ങളിത് തുറന്നു പറയുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അത് തുടരുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അതൊരു പണ്ഡിതന്മാരുടെ ചുമതലയാണ്. ഇവിടെ ഇസ്ലാമിന് പ്രയാസം വരുമ്പോ, നമ്മളുടെ വിശ്വാസാചാരങ്ങളെ പാലിക്കാൻ സാധിക്കാതെ വരുമ്പോ, അള്ളാഹു തആല പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻനി ഇന്ന ബഅദൽ-ളന്നി വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്. അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, തെറ്റായ ഭാവനകളെ നിങ്ങൾ ഉപേക്ഷിക്കണം, പരിത്യജിക്കണം. ലന്നിനെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം. ലന്നി എന്ന് പറഞ്ഞാൽ കാര്യകാരണമില്ലാതെ, നമ്മൾക്ക് ബോധ്യപ്പെടാതെ, ആരെങ്കിലും മണ്ടനോ അടകോടനോ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധി എഴുതുക. നമ്മൾക്ക് ബോധ്യപ്പെടാതെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഇദാ ജാഅകും ഫാസിഖുൻ ബിനബയ്യിൻ ഫതബയ്യനു. ഫാസിഖ് എന്നാണ് അല്ലാഹു പറഞ്ഞത്, പച്ച മലയാളത്തിൽ തമ്മാടി എന്നാണ്. ഇദാ ജാഅകും ഫാസിഖുൻ, ഒരു കുറ്റവാളി നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബയ്യിൻ, ഏതെങ്കിലും ആരെയെങ്കിലും കുറിച്ച്, പണ്ഡിതനെ കുറിച്ചോ അല്ലാത്തവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഫതബയ്യനു, അതിനെക്കുറിച്ച് ആലോചിക്കണം. ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ച്, സമസ്തയുടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള സംസാരങ്ങളെ കുറിച്ച് പോലും അനാവശ്യമായി വലിച്ചു നീട്ടി പർവ്വതീകരിച്ച് കാണിച്ച് ഈ സമുദായത്തിന്റെ സമസ്തയെ ചളിവാരിത്തേക്കാൻ ഒരു ജനം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരെ തടയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങളുടെ കടമയാണ്. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ ആർക്കും പണയം വെക്കരുത്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, ആ തരത്തിലുള്ള ആ മോശമായ ഊഹാപോഹങ്ങളെ നിങ്ങൾ പരിത്യജിക്കണം. ഇനി അഥവാ നിങ്ങൾ അങ്ങ് ഊഹിച്ചു പോയാൽ തന്നെ
ഇജ്തനിബൂ കസീറൻ മിനൽ ളൻ ഫഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. അത് കുറ്റകരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ വലാ തജസ്സസു, അതിന്റെ പിന്നാലെ നിങ്ങൾ നടന്ന് കുത്തിച്ച്, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് നോക്കരുത്. വലാ തജസ്സസു, ജാസൂസിന്റെ പണി നിങ്ങൾ ചെയ്യരുത്. അഥവാ അതും നിങ്ങൾ ചെയ്താൽ അവിടെയും അല്ലാഹു പറയാണ്, എന്നാൽ അതുകൊണ്ട് മതിയാക്കണം. വലാ യത്തബഅലുകും ബഅദാ, അത് നിങ്ങൾക്ക് മറ്റവർക്ക് കൈമാറരുത്, ഗീബത്ത് പറയരുത്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അതേ അവസരത്തിൽ ഇന്ന് അമ്മാനമാടുകയാണ് അങ്ങാടികളിൽ, വാട്സപ്പുകളിൽ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും മഹത്തുക്കളെയും എല്ലാം അമ്മാനമാടുകയാണ്. മാത്രമല്ല പണ്ഡിതന്മാരാണെന്ന് നടിക്കുന്ന ചിലര് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വഹാബി മൗദൂദി ആശയങ്ങൾ അവർ മറ്റുള്ളവർക്ക് ഒളിച്ചു കടത്തിയും കൊണ്ട്, നേരായ വഴിക്കല്ല, ഒളിച്ചു കടത്തിയും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം ജമിയത്തുൽ ഉലമയുടെയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ അടിസ്ഥാന സ്ഥാപനങ്ങളെ അതിൽ ഒളിച്ചു കടത്തി, അതിൽ ഭരണഘടനയിൽ മാറ്റി അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അന്നം തിന്ന എല്ലാവർക്കും. നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കേട്ടാൽ അത് ബഹുമാനപ്പെട്ട സത്താർ ബന്ദലൂറൊക്കെ പറയും. സമസ്തക്കെതിരെയോ സമസ്തന്റെ ആശയാദർശങ്ങൾക്കെതിരെയോ മക്കളെ നമ്മൾ ആരും നീങ്ങാൻ പാടില്ല. നമ്മളങ്ങനെ അത് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾക്കതിന് പ്രതിവിധി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളെ പറ്റി, ഒരു പണ്ഡിതനാണെങ്കിൽ പറയേണ്ടതില്ല, ആരെ പറ്റിയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ. ലാ തഖ്തബൻ അഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ബിസൗബിൻ ലിമാ ഫീ നഫ്സിഹിം ദുഅഫ് ഇന്ന ദുആഫ മതാ മാ കുന്ത തഖുലുഹു വലൗ ബിസഹ്വിൻ ജറാ ഫീ നഫ്സിക തലഫ്. നിങ്ങൾ ആരെയും അപവാദം പറയരുത്, പ്രത്യേകിച്ച് നിങ്ങൾ അപവാദം പറയരുത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാര് ഉലമാക്കന്മാര്. കാരണം അവരുടെ രക്തം, അവരുടെ മാംസം പച്ച മാംസം മാത്രമല്ല. ആലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എപ്പോഴും വഴിപ്പെടുന്നവരായതുകൊണ്ട്, ഇൽമുള്ളവരായതുകൊണ്ട് അവരെ മാംസത്തെ കടിച്ചു തിന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ മാംസത്തിൽ നഞ്ഞുണ്ട് എന്ന് മഹാനായ ഒരു പണ്ഡിതൻ പറയുകയാണ്. ലിമാ ഫീ നഫ്സിഹിം ദുഅഫ് ഇന്ന ദുആഫ, ആരെങ്കിലും ഒരു നഞ്ച് മതാമാ തഅകുലുഹു വലൗ ബിസഹ്വി, മറന്നുകൊണ്ട് തിന്നാലും അവൻ മരിച്ചു പോകും. അപ്പോ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ കുറിച്ച് പറയുമ്പോ വളരെയധികം നൂറുവേള ചിന്തിച്ചിട്ട് വേണം. കാരണം അവര് നമ്മളുടെ ദീനിന്റെ വഴികാട്ടികളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിലുള്ള പണ്ഡിതന്മാർ നിങ്ങൾക്ക് നേരിട്ടറിയുമോ? ഓരോ പേരെയും അവരെ ശരിക്കും അറിഞ്ഞാൽ നിങ്ങൾ അവരുടെ ശരിക്കും മുഖത്ത് തൂറിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. അത്രയും മഹത്തുക്കളാണ് പണ്ഡിതന്മാർ, അവർ ഉൾക്കൊള്ളുന്നവരാണ് സമസ്ത. എന്നിട്ട് ആ സമസ്തയെ അമ്മാനമാടാൻ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി പരിശുദ്ധമായ സമസ്തയെ ഉയർത്തി കാണിക്കുന്നത് ഈ ലോകാവസാനം അടുത്തതിന്റെ അടയാളമാണ്. വളരെയധികം പരിതാപകരമാണ്, വളരെയധികം സങ്കടകരമാണ്. ഒരു സമൂഹത്തിന്, സമുദായത്തിന് ആപൽക്കരനാണെന്ന് കണ്ടാൽ അയാളുടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അവർ നമ്മുടെ സുന്നത്ത് ജമാഅത്തിനോ സമസ്തക്കോ അവരുടെ പ്രവർത്തനം അവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. നേരെ മറിച്ച് വെറുതെ നമ്മളൊരു നേരത്തെ അല്ലാഹു പറഞ്ഞതുപോലെ ഫതബയ്യനു, ആരെങ്കിലും എന്തെങ്കിലും കേട്ടാൽ ഏറ്റവും ഉത്തരവാദപ്പെട്ട അവരെ സംബന്ധിച്ചൊക്കെ പറയുന്നതിനെ കുറിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അത് വളരെ സൂക്ഷിക്കണം. കാരണം പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല, നമുക്കത് പുറത്തു കിട്ടുകയുമില്ല. നമ്മൾ ഹജ്ജ് ചെയ്താലും അല്ലാഹു പൊറുക്കൂല, നമ്മൾ അവസാനം വരെ സുജൂദിൽ കിടന്നാലും അല്ലാഹു പൊറുക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാള് മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് ചെയ്താൽ അവൻ കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പെറ്റ ദിവസം പോലെ നവജാത ശിശുവിനെ പോലെയാണ്. പക്ഷെ അവിടെയും പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നു, ഇല്ലാ ഹുഖൂഖന്നാസ്, ജനങ്ങളുടെ കടമകൾ
ജനങ്ങളുടെ ബാധ്യതകൾ അത് ഇതുകൊണ്ട് പൊറുക്കില്ല, ഹജ്ജ് കൊണ്ടും പൊറുക്കില്ല. നാവെന്ന് വീണാൽ നമ്മൾ പൊറുപ്പിക്കണമെങ്കിൽ നമ്മൾ എവിടെ വെച്ച് പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളെ പറ്റി പറഞ്ഞത് എന്ന് അനാവശ്യമായി പറഞ്ഞത് അവരോട് ഏറ്റു പറഞ്ഞ് അവരോട് പൊരുത്തപ്പെടിക്കണം. എന്നാലേ പൊരുത്തപ്പെട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും അല്ലാഹു തആല പുറത്തു തരികയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്, ഇൽമാണ്, ദീനിന്റെ ഇൽമാണ്, ആലിമീങ്ങളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ട നമ്മുടെ കേരളത്തിലുള്ള ആധികാരികമായ സംഘടനയായ സമസ്തയാണ്. ആ സമസ്തയുടെ പിന്നിൽ അണിനിരക്കുക. മറ്റെല്ലാം സംശയകരമാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ഭൗതികമായ എന്തെങ്കിലും നന്മയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകും. അത് മുത്തശാബിഹാത്തുകളാണ്. നമുക്കതിൽ പൂർണ്ണ ബോധ്യമില്ല. അതേ അവസരത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പരിപൂർണ ബോധ്യമുള്ളതാണ് സമസ്ത. അതുകൊണ്ട് അതിൽ നിങ്ങൾ അണിനിരക്കണം, അതിനുവേണ്ടി നിങ്ങൾ പഴയതുപോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.